പഠിക്കാം. ആ ബുക്കും എടുത്ത് പഠിക്കാം. ഓക്കെ. എടാ നമ്മള് +1 4ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഏട്ടാ. മറ്റേ ഗാന്ധിയൻ പഠനത്തിനകത്തുള്ള ഒരു ചാപ്റ്റർ ആണ്, ഗാന്ധിജിയെ കുറിച്ചുള്ള. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്കാണ്. പഠിക്കാം. ഓക്കെയോ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എന്നാണ് തിരിച്ചു വന്നത്? 1915 ജനുവരി 9. അപ്പൊ ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിനമാണ്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിലെ കൊച്ചുറാബാണ് കേട്ടാ. എവിടെയാണ്? അഹമ്മദാബാദിലെ കൊച്ചുറാബ്. കൊച്ച്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? അഹമ്മദാബാദിലെ കൊച്ചുറാബ്. ഈ ആശ്രമമാണ് പിന്നീട് സബർമതിയിലോട്ട് മാറ്റിയത്. ആ സ്ഥലം നമുക്ക് അറിയാം അല്ലേ? അപ്പൊ ആദ്യം അഹമ്മദാബാദിലെ കൊച്ചുറാബിനും പിന്നീട് എങ്ങോട്ട് മാറ്റി? സബർമതിയിലോട്ട് മാറ്റി. ആരുടെ ഉപദേശത്താലാണ് ഗാന്ധിജി 1 വർഷത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞിട്ടാണ് ഗാന്ധി എന്ത് ചെയ്ത് 1 വർഷത്തിൽ എന്ത് ചെയ്തു? രാഷ്ട്രീയത്തിൽ നിന്ന് നിന്നിട്ട് ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ അതാര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളാണ്. ജസ്റ്റ് നോക്കിക്കോ. ഇന്ത്യയിൽ ദേശീയത വളരാനുള്ള കാരണങ്ങൾ: രാഷ്ട്രീയ ഐക്യം, പാശ്ചാത്യ വിദ്യാഭ്യാസം, മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ, ആധുനിക വാർത്താവിനിമയ ഗതാഗത വികസനം, പത്രങ്ങളുടെ പങ്ക്, എഴുത്തുകാരുടെ പങ്ക്, വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം, മധ്യവർഗത്തിന്റെ ഉദയം, ചരിത്ര ഗവേഷണത്തിന്റെ സ്വാധീനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. ഇത് നമുക്ക് ജസ്റ്റ് ചിലപ്പോ സ്റ്റേറ്റ്മെന്റിലെല്ലാം വന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കിട്ടും. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യഘട്ടം മിതവാദി രാഷ്ട്രീയമായിരുന്നു. ആദ്യഘട്ടം മിതവാദി രാഷ്ട്രീയം. ആരൊക്കെയാണ് മിതവാദി എന്ന് ചോദിച്ചാൽ ആരെയൊക്കെ പറയും? അത് തീവ്രവാദി. മിതവാദി ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ നമ്മുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, PM മേത്ത, ദിൽഷായി വാച്ച, WC ബാനർജി. അപ്പൊ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, PM ഗോഖലെ, PM മേത്ത, ദിൽഷായി വാച്ച, WC ബാനർജി. ഈ ഒരു ഇത് നോക്കിയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു സാധനത്തിലൂടെ നമുക്ക് പോകണ്ടേ. WC ബാനർജി ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്. അപ്പൊ ആദ്യ ഘട്ടമാണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘട്ടമാണ് മിതവാദി ഘട്ടം. ആ സമയത്ത് മിതവാദി നേതാക്കൾ ഉണ്ടായിരുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, PM മേത്ത, ദിൽഷായി വാച്ച, WC ബാനർജി. വൈദേശിക വിദ്യാഭ്യാസം നേടിയ മിതവാദി നേതാക്കൾ പാശ്ചാത്യ ആശയങ്ങൾ പ്രചോദിതരായിരുന്നു. ബ്രിട്ടനെ പോലെ ഒരു ആധുനിക രാജ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് മിതവാദി നേതാക്കൾ വിശ്വസിച്ചു. ബ്രിട്ടനെ പോലെയുള്ള ഒരു പുതിയൊരു ആധുനിക രാജ്യമാകാൻ നമ്മൾ ഇന്ത്യ കൊണ്ടും പറ്റുമെന്ന് ആര് വിശ്വസിച്ചു? ഈ മിതവാദി നേതാക്കൾ വിശ്വസിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനകീയ സമരത്തിന് മിതവാദി നേതാക്കൾ എതിരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ഇവർ എന്തായിരുന്നു? എതിരായിരുന്നു കേട്ടോ. ബ്രിട്ടീഷ് അവർ ആധുനിക വിദ്യാഭ്യാസം ഒക്കെ നേടി, ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഒക്കെ നേടിയ ആൾക്കാരല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു ജനകീയ സമരത്തിന് മിതവാദി നേതാക്കൾ എന്ത് ചെയ്തിരുന്നില്ല? അവരതിന് ഓക്കെ ആയിരുന്നില്ല, അവരെതിരായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ 2ാം ഘട്ടമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? തീവ്രവാദ ഘട്ടം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘട്ടത്തിനെ മിതവാദി ഘട്ടമെന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ 2ാം ഘട്ടത്തിനെ തീവ്രവാദ ഘട്ടം എന്ന് അറിയപ്പെടുന്നു. അതാണ് നമുക്ക് അറിയാന്നുള്ള ആൾക്കാര്. ആരൊക്കെയാണ്? ലാൽപാൽ ബാൽ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അരവിന്ദ് ഘോഷും കൂടെ ഉണ്ട്. അപ്പൊ ലാൽപാൽ ബാൽ ആരൊക്കെയാണ്? ലാൽ ആരാണ്? ലാലാ ലജ്പത് റായ്. ബാൽ തിലക്. പാൽ ബിപിൻ ചന്ദ്ര പാൽ. പിന്നെ ഒരാളും കൂടെ പഠിക്കാം, അരവിന്ദ് ഘോഷ്. അപ്പൊ അരവിന്ദ് ഘോഷ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. തീവ്രവാദ പ്രസ്ഥാനങ്ങളും നേതാക്കളും വളരാനിടയായ ഇന്ത്യയിലെ സാഹചര്യങ്ങളാണ്. അപ്പൊ ഒന്ന് തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ എങ്ങനെ വളർന്നു, അതുപോലെ ഈ നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ് വളർന്നത്, ആ സാഹചര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്ന് ക്ഷാമം, പ്ലേഗ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു ഇത് വരൂലേ. ആ സമയത്താണ് ഈ തീവ്രവാദ ഇതൊക്കെ നമ്മുടെ ഇവിടെ കൂടുതൽ ശക്തമാവാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ വൈസ്രോയുടെ പ്രതിലോമകരമായ നിലപാടുകൾ, പ്രതികൂല സാമ്പത്തിക സാഹചര്യം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പ്രതികൂല സാമ്പത്തിക സാഹചര്യം വന്നത്? നമ്മളിവിടെ കോളനിയാണ്, ബ്രിട്ടീഷുകാരുടെ കോളനിയായിട്ട് നമ്മളിവിടെ വെച്ചിരുന്നു. അതുപോലെ ഹിന്ദു മതത്തിന്റെ ഉണർവ്, സാമൂഹിക വിവേചനം, വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം, ഇതൊക്കെയാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളും നേതാക്കളും ഒക്കെ ഇന്ത്യയിൽ വളരാനിടയായ സാഹചര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷാമം, പ്ലേഗ്, വൈസ്രോയിയുടെ പ്രതിലോമകരമായ നിലപാടുകൾ, പ്രതികൂല സാമ്പത്തിക സാഹചര്യം, ഹിന്ദുമതത്തിന്റെ ഉണർവ്, സാമൂഹിക വിവേചനം, വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം.
തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ തീവ്രവാദികൾ ആർക്കെന്നൊക്കെ അറിയാലോ, തീവ്രവാദ നേതാക്കളൊക്കെ. അരവിന്ദ ഘോഷ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്വരാജ്, അതുപോലെ സ്വദേശി. സ്വരാജ്, സ്വദേശി, നിസ്സഹകരണ സമരം കേട്ടിട്ടുണ്ടല്ലോ. സ്വരാജ് ഇവര് ഈ തീവ്രവാദികള് ചെയ്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. സ്വരാജ്, സ്വദേശി, നിസ്സഹകരണ സമരം, ബഹിഷ്കരണം, പിന്നെ ദേശീയ വിദ്യാഭ്യാസം. തീവ്രവാദ നിലപാടുകളുടെ സ്വാധീനത്തിന്റെ ഫലമായിരുന്നു 1911 ബംഗാൾ വിഭജനം നിർത്തലാക്കൽ. ബംഗാൾ വിഭജിച്ചത് അറിയാലോ, ആരാണ്? കഴ്സൺ പ്രഭു. അപ്പൊ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചതിനെ എന്ത് ചെയ്തു? അതിനെ റദ്ദാക്കിയത് 1911 ഇത് ഈ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഒരു ഫലമായിരുന്നു. റദ്ദാക്കിയത് ഡൽഹൌസിയല്ലേ 11 അതിന്റെ ഈ ഒരു തീവ്രവാദ നിലപാടിന്റെ ഒരു ഫലമാണ് 1911 എന്ത് ചെയ്തത്? നിർത്തലാക്കിയത്, നമ്മുടെ ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്. ഇനി എന്നാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്? 1906 ഡിസംബർ 30. എവിടെ എന്നാണ്? 1906 ഡിസംബർ 30. ഇനി നമ്മൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരങ്ങളിലോട്ട് പോവുകയാണ്. ഇത്ര ഓക്കെ അല്ലേടാ? ഗാന്ധിജി എന്നാണ് വന്നത്? 1915 വന്നു. 15 ജനുവരി 9. ഓക്കെ. പിന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘട്ടത്തിന് എന്തെന്ന് വിളിക്കാം? ഞാൻ മാത്രം പറയുന്നു. മിതവാദി ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് തീവ്രവാദി ഘട്ടം. ഓക്കെ. അപ്പൊ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം എന്നാണ്? 1906 ഡിസംബർ 30. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് സത്യാഗ്രഹത്തോട്ട് പോവണേ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമയം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്? 1917. അപ്പൊ നോക്കിയോ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. 1916 അവസാനത്തിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗാന്ധിജിയോട് വിശദീകരിച്ച ആളാരാണ്? രാജ്കുമാർ ശുക്ല. അപ്പൊ അവിടുത്തെ ഈ പ്രശ്നം, നീലം കർഷകർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ഇനി നിങ്ങൾ തീൻ കടായി സമ്പ്രദായം കേട്ടിട്ടുണ്ടാ? തീൻ കടായി സമ്പ്രദായം നമുക്ക് നോക്കാം. നീലം കർഷകർ സ്വന്തം ഭൂമിയുടെ 3/20 ഭൂവുടമകൾക്കായി എന്ത് ചെയ്യണം? നീലം കൃഷി ചെയ്യണം. ഇതിനെയാണ് എന്താണെന്ന് അറിയപ്പെടുന്നത്? തീൻ കടായി സമ്പ്രദായം കേട്ടോ. അതായത് കർഷകര് അവരുടെ മൊത്തം കൃഷിഭൂമി അതില് 20% എന്ത് കൃഷി ചെയ്യണം? 3 ഭാഗത്തും എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണം. അതാണ് ഈ തീൻ കടായി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. തീൻ കടായി. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ഏതാണ്? എഡ്വേർഡ് ഗേറ്റ് കമ്മിറ്റിയാണ് കേട്ടോ സാർ. എഡ്വേർഡ് ഗേറ്റ് കമ്മിറ്റി. അപ്പൊ എഡ്വേർഡ് ഗേറ്റ് കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ. എഡ്വേർഡ് ഗേറ്റ് അന്വേഷണ കമ്മീഷൻ ഗാന്ധിജി ഒരു അംഗമായിരുന്നു കേട്ടോ. ഈ കമ്മീഷനിൽ ഗാന്ധിജി ഒരു അംഗമായിട്ടുണ്ടായിരുന്നു. എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ചമ്പാരനിലെ നീലം പ്രശ്നത്തിനെ കുറിച്ച് പഠിക്കാനല്ലേ കമ്മിറ്റി നിയോഗിച്ചത്? ആര്? ഗാന്ധിജി നിയോഗിച്ചല്ല, അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ഗാന്ധിജി ഒരു അംഗമായിരുന്നു. അപ്പൊ ഗാന്ധിജി കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഈ കമ്മിറ്റി എന്ത് ചെയ്തു? അതിനെ കുറിച്ച് പഠിച്ചു. സമരത്തിന് അനുകൂലമായ കണ്ടെത്തലായിരുന്നു ഈ കമ്മീഷൻ എന്ത് ചെയ്തു? അനുകൂലമായിട്ടുള്ള കുറെ കണ്ടെത്തലുകൾ കൊടുത്തു. ഇതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കപ്പെട്ടു. അപ്പോ ഈ ഗേറ്റ് കമ്മിറ്റിയുടെ എന്താണ്? എഡ്വേർഡ് ഗേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് വന്നത്? ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കിയത്. സമരത്തോടൊപ്പം ഗാന്ധിജി നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രാഥമിക വിദ്യാലയങ്ങൾ, ശുചീകരണം, ആരോഗ്യ പരിചരണം മുതലായവയായിരുന്നു നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഗാന്ധിജി അവിടെ ചെന്ന് സമരം ചെയ്ത് അതിന്റെ കൂടെ കുറച്ച് എന്ത് ചെയ്തു? നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും കൂടെ അവിടെ കൊണ്ടുവന്നു. അതാണ് ഒന്ന് പ്രാഥമിക വിദ്യാലയം, അതുപോലെ ശുചീകരണം, ആരോഗ്യ പരിചരണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പറയാനുള്ളത്. എവിടെയാണ് ചമ്പാരൻ? ബീഹാറിൽ. ഏത് വർഷമാണ്? ഗാന്ധിജിയുടെ അടുത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് 16 അവസാനത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ അവിടുത്തെ വേറൊരു സമ്പ്രദായത്തിനെ കുറിച്ച് പറഞ്ഞു. തീൻ കടായി എന്ന് പറഞ്ഞാൽ എന്താണ്? കടായി. നമ്മുടെ കർഷകന്റെ കൃഷിഭൂമിയിൽ 20/3 എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണം. അതിനെയാണ് ഈ തീൻ കടായി സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലല്ലേ ഇത്? തീൻ കടായി
ഇത് മറ്റേ കടായി ഉണ്ടല്ലോ, കടായി. കടായോ. ഇനി ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്മീഷനെ കൊണ്ടുവന്നല്ലോ. ഏതാണ് ആ കമ്മീഷൻ? എഡ്വേർഡ് ഗേറ്റ്. നമ്മളെ പാടത്തിലൊക്കെ നമ്മള് ഗേറ്റ് ഇടാന്ന് ആലോചിച്ചത്. നീലം അല്ലേ ഗേറ്റ് ഇടാന്ന് ആലോചിച്ചു. അപ്പൊ എന്താണ് സാർ? എഡ്വേർഡ് ഗേറ്റ്. ഈ കമ്മീഷനിൽ ആരംഗമായിരുന്നു? ഗാന്ധിജി അംഗമായിരുന്നു. പിന്നെ ഈ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? എന്തുകൊണ്ടുവന്ന കമ്മീഷന്റെ ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കിയത്. ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കിയത്. പിന്നെ ഈ സമയത്ത് ഗാന്ധിജി അവിടെ എന്താണ് പ്രാഥമിക വിദ്യാലയങ്ങളിലെ ശുചീകരണം, അതുപോലെ തന്നെ ആരോഗ്യ പരിചരണം തുടങ്ങി ചെറിയ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെയാണോ? അപ്പൊ ആ ബില്ലിന്റെ പേരെന്താണ്? അഗ്രേറിയൻ ബില്ല്. ഓക്കെ, ചമ്പാരൻ അഗ്രേറിയൻ ബില്ല്. തീൻ കടായി സമ്പ്രദായം അറിയാലോ. ഓക്കെ, രണ്ടാമത്തെ സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമ്മേളന തൊഴിലാളികളുടെ സമരം. വർഷം ഏതാണ്? 1918. ഇപ്പൊ നോക്കിയോ, അത് എവിടെ തന്നെയാണ്? ബീഹാർ അല്ല, അഹമ്മദാബാദ്. അഹമ്മദാബാദ് എവിടാ? അഹമ്മദാബാദ് ഗുജറാത്ത്. അപ്പൊ നോക്കി, അത് അവിടെ തന്നെ നോക്കി പഞ്ചാബ്. അല്ല, ബീഹാർ. അപ്പൊ നോക്കിയോ, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാന്ധിജിക്ക് ഒരു കത്തയച്ചു. ആര്? അനസൂയ ബെഹൻ. എന്ന ചമ്പാരന്റെ കാര്യം പറഞ്ഞ ആരാണ്? രാജ്കുമാർ. ഇനി ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ എന്താണ് തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഗാന്ധിജിക്ക് കത്തയച്ച വ്യക്തിയാണ് ഇവിടെ തുണിമില്ലല്ലേ. അപ്പൊ ഒരു പെങ്കൊച്ചാണ് അയച്ചെന്നുള്ള അനസൂയ ബെഹൻ. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഡ്രസ്സിന്റെ കാര്യം സഹോദരിയാണ്. അനസൂയ ബെഹന്റെ യഥാർത്ഥ നാമമാണ് അനസൂയ സാരാഭായ്. സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകളാണ്. ഗാന്ധിജിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്? നിരാഹാരം, സത്യാഗ്രഹം. അപ്പൊ ഗാന്ധിജി അവിടെ ചെന്ന് ആദ്യം പറഞ്ഞതാണ് അക്രമം ഉണ്ടാക്കരുത്. എന്തായിരുത്? അക്രമം ഉണ്ടാക്കരുത്. കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. മൃഗങ്ങളെ, അത് കരിങ്കാലികളെ ആക്രമിക്കരുത്, ഉപദ്രവിക്കരുത്. കാലി തന്നെ എഴുതിയിരിക്കണം. അല്ല, കന്നുകാലി എന്നല്ലേ പറയണം. അതായിരിക്കും ഈ കരിങ്കാലികളെ ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത്. അപ്പൊ എന്താണ്? ആക്രമം ഉണ്ടാക്കരുത്, കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത്. വിജയം വരെ സമരത്തിൽ അടിയുറപ്പിക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. നമ്മൾ വിജയം കാണുന്നവരെ സമരത്തിൽ തന്നെ നിൽക്കണം. നേരായ വഴി കൂടെ മാത്രം ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കണം. ഇത്രയാണ് ഗാന്ധിജി നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് സമരത്തിൽ ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഗുജറാത്ത് തുണിമിൽ സമരത്തിൽ വെച്ചാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലുമായും ശങ്കർലാൽ ബംഗറുമായും ബന്ധം സ്ഥാപിച്ചത്. നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽ അറിയാം, ശങ്കർലാൽ ബംഗറും ഉണ്ട് കേട്ടോ. ശങ്കർലാൽ ബംഗർ. അപ്പൊ ഈ സമരത്തിൽ വെച്ചാണ് ഗാന്ധിജി ആരുമായിട്ട്? സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടും ശങ്കർലാൽ ബംഗറുമായിട്ട് എന്തായത്? ഒരു കണക്ഷൻ, ഒരു ബന്ധം വെച്ചത്. അഹമ്മദാബാദ് തുണിമിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു? 1 മാസം 21 ദിവസം നീണ്ടു നിന്നു കേട്ടോ. അഹമ്മദാബാദ് മിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു? 21 ദിവസം നീണ്ടു നിന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ച ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. ആദ്യ സമരം ചോദിച്ച ചമ്പാരൻ. ഇനി ആദ്യം നിരാഹാര സമരം ചോദിച്ച അത് അഹമ്മദാബാദിലെ മിൽ സമരം. അനസൂയ ബെഹൻ. ആരാണ് അനസൂയ ബെഹൻ? ഗാന്ധിജിക്ക് വിളിച്ച് കത്തയച്ച ആളാണ്. ഈ സമരത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കത്തയച്ച ആൾ. അനസൂയ ബെഹന്റെ വീട്ടിൽ വെച്ചാണ് അഹമ്മദാബാദ് മിൽ സമരത്തിൽ സന്ധി സംഭാഷണം നടന്നത് കേട്ടോ. സന്ധി സംഭാഷണം നടന്നത് എവിടെ വെച്ചാണ്? അനസൂയ ബെഹന്റെ വീട്ടിൽ വെച്ചാണ്. ഓക്കെ അല്ലേ? അതിനകത്ത് നമുക്ക് അറിയാന്നുള്ളത് തന്നെ ഗാന്ധിജിയെ വിളിച്ച ആളാണ് അനസൂയ ബെഹൻ. യഥാർത്ഥ നാമം അനസൂയ സാരാഭായ്. പിന്നെ രണ്ടുപേരെ ഗാന്ധിജി അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടണം. ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ശങ്കർലാൽ ബംഗർ. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം, ഇന്ത്യയിലെ നിരാഹാര സമരം ചോദിച്ചാല് ഏതാണ്? അഹമ്മദാബാദ്. ഇനി അടുത്തവരെണ്ണം ഏതാണ്? ഖേദ പറഞ്ഞില്ലല്ലോ. 18. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് 1918 എവിടെ നടന്നു? ഗുജറാത്തിലെ ഖേദയിൽ നടന്നതാണ് ഖേദ സത്യാഗ്രഹം. ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി എന്ത് ചെയ്തു? ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തിയ കൃഷിഭൂമി, അതിലുള്ള ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി എന്ത് ചെയ്തു? ജനങ്ങളോട് ആവശ്യപ്പെട്ടു. നിയമം നിഷേധിച്ചത് മൂലം ജനങ്ങൾക്ക് പിഴയടക്കേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അപ്പൊ ഗാന്ധിജി പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്തു? ഇവര് ഇത് ചെയ്തു. അപ്പൊ നിയമം നിഷേധിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് പിഴയടക്കേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ഗാന്ധിജിയുടെ സഹപ്രവർത്തനായ മോഹൻലാൽ പാണ്ഡ്യ എങ്ങനെയാണ് അറിയപ്പെടുന്നത്?
ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന ആളാണ് മോഹൻലാൽ പാണ്ഡ്യ. ഇപ്പൊ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായ മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിലാണ് ഉള്ളി നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. മോഹൻലാൽ പാണ്ഡ്യ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സംഭവത്തിനു ശേഷം ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുകയും ചെയ്തു. മോഹൻലാൽ പാണ്ഡ്യ ഖേദ സത്യാഗ്രഹത്തിലൂടെ വല്ലഭായ് പട്ടേൽ ഒരു ദേശീയ നേതാവായി ഉയർന്നു. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുമായിട്ട് കാശം വന്നത് എപ്പോഴാണ്? അത് അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിലാണ്. ഇനി പട്ടേൽ ഒരു ദേശീയ നേതാവായിട്ട് മാറിയത് നമ്മുടെ ഈ ഖേദ സത്യാഗ്രഹത്തിലൂടെയാണ്. 1918 എന്ത് നടക്കുന്നത്? ഖേദ സത്യാഗ്രഹം. ഖേദ എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ്. ഇനി മെയിനായിട്ട് എന്താണ്? ഗവൺമെന്റ് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവര് ഉള്ളി നീക്കം ചെയ്യുന്നു. അങ്ങനെ നിയമം നിശ്ചയിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ജയിലിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഉള്ളിക്കള്ളൻ ആരാണ്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ളി നീക്കം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന പേരാണ് ഉള്ളിക്കള്ളൻ. അതാരാണ്? നമ്മുടെ സിനിമ ആരാണ്? മോഹൻലാൽ പാണ്ഡ്യ. പിന്നെ നമ്മുടെ പട്ടേൽ എന്തായിട്ട് വന്നു? ഒരു ദേശീയ നേതാവായിട്ട് മാറി. അടുത്ത റൗലറ്റ് നിയമമാണേ. റൗലറ്റ് നിയമം എന്നാണ്? റൗലറ്റ് 1919. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു ദിവസത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. അപ്പൊ റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു ദിവസത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. ഈ റൗലറ്റ് ആക്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? കരിനിയമം. കരിനിയമം എന്നറിയപ്പെടുന്നത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച് വിലയിരുത്തുന്നതിനായി നിയമിച്ച കമ്മീഷനാണ് സർ സിഡ്നി റൗലറ്റ് കമ്മീഷൻ. അപ്പൊ ബംഗാളിലും പഞ്ചാബിലും ഉണ്ടായിരുന്ന ആ സമയത്തെ രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച് വിലയിരുത്താൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് സർ സിഡ്നി റൗലറ്റ് കമ്മീഷൻ. റൗലറ്റ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം, അതിനെയാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം. അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം, അതാണ് എന്ത്? റൗലറ്റ് ആക്ട്. അപ്പൊ ഇവര് എന്താണ്? സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ വന്ന ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലാണ് എന്ത് പാസ്സാക്കിയത്? ഈ റൗലറ്റ് നിയമം പാസ്സാക്കിയത്. അപ്പൊ കരി നിയമം എന്നറിയപ്പെടുന്നത് എന്തിനാണ്? റൗലറ്റ് ആക്ടിനെയാണ്. ഇനി ഈ റൗലറ്റിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ദിവസത്തിന് മറ്റേ നിരാഹാര ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നാണ്? ഗാന്ധിജി 19 ഏപ്രിൽ 6 ഇനി ഈ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇതിനനുസരിച്ചല്ലേ ഏപ്രിൽ 6 ഹർത്താൽ വന്നത്. അപ്പൊ അതിനൊക്കെ മുന്നേ നിയമം വരണ്ടേ? എന്നാണ്? മാർച്ച് 10. 1919 മാർച്ച് 10. അപ്പൊ ഈ റൗലറ്റ് ആക്ട് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 1919 മാർച്ച് 10. ഗാന്ധിജി സമരം നടത്തുക അല്ലെങ്കിൽ ഹർത്താൽ ചെയ്യാൻ പറഞ്ഞ എന്നാണ്? ഏപ്രിൽ 6. ഇതൊക്കെ അല്ലേ? സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലാണ് വന്നത്. റൗലറ്റ് ആക്ടിന്റെ അഥവാ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, അരാജകത്വ വിപ്ലവ, മലയാളത്തില് അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം എന്നു ചോദിച്ചാൽ എന്താണ്? 1919. ചിലപ്പോ നമുക്കത് കിട്ടൂല. അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം, അതാണ് റൗലറ്റ് ആക്ട് കേട്ടോ. റൗലറ്റ് നിയമപ്രകാരം ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എന്ത് ചെയ്യാം? ജയിലിൽ അടയ്ക്കാം. ഇതിനകത്ത് റൗലറ്റ് നിയമത്തിൽ എന്താ കരിനിയമം എന്ന് നമ്മൾ വിളിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ഇത് പ്രകാരം എന്ത് ചെയ്യാം? ഏതൊരു പൗരനെയും എന്ത് ചെയ്യാം? വിചാരണ ഒന്നും ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം. റൗലറ്റ് നിയമത്തിലൂടെ ഉത്തരവ് കൂടാതെ ഏത് സമയത്തും എവിടെയും കയറി പരിശോധിക്കാനും അതുപോലെ തടങ്കൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. എവിടെ വേണോ എപ്പോ കയറി പരിശോധിക്കാം. പിന്നെ എന്താണ്? തടങ്കലിലും വെക്കാം. ആ ഒരു അവകാശം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി, ബ്രിട്ടീഷ് പോലീസിന് കിട്ടി. അതുപോലെ പ്രാദേശിക ഗവർണർമാർക്ക് റൗലറ്റ് നിയമം വിപുലമായ അധികാരങ്ങൾ നൽകി. പ്രാദേശിക ഗവർണർമാർക്ക് എന്ത് കൊടുത്തു? വിപുലമായ അധികാരങ്ങൾ കൊടുത്തു. ഇത് മൂന്നുമാണ് ഈ റൗലറ്റ് നിയമത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനെതിരെയാണ് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തത്? സത്യാഗ്രഹവും ഹർത്താലും ഒക്കെ ആഹ്വാനം ചെയ്തത്. അടുത്ത നമ്മൾ പഠിക്കാനുള്ളതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എന്നാണ്? 1913. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ ആൾ ആരൊക്കെയാണ്? ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണം. ആരാണ്? അതായത് നമ്മുടെ ഒരാളെ കൂടെ ഉണ്ടല്ല, സത്യപാലും കിച്ചിലും, ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലും. അതായത് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഗാന്ധിജി എന്ത് ചെയ്തു? ഹർത്താൽ നടത്താൻ പറഞ്ഞു. അപ്പൊ ഈ ഹർത്താൽ നടത്തിയ സമയത്ത് പ്രതിഷേധ റാലിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലും. ഇവരെ നേരെ എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ്? 19 നമ്മളെ റൗലറ്റ് അല്ല, 19 ഏപ്രിൽ 10. മാർച്ച് 10 എന്ത് സംഭവിച്ചു? അത് റൗലറ്റ് ആക്ട് പാസ്സാക്കി. ഏപ്രിൽ 10 എന്ത് ചെയ്തു? ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. ആരെയൊക്കെയാ? ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും.
ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജനക്കൂട്ടം ഡെപ്യൂട്ടി കമ്മീഷണർ മിൽസ് ആരാണ് ഇർവിന്റെ ബംഗ്ലാവിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അക്രമാസക്തരായ ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീ വയ്ക്കുകയും ചിലരെ വധിക്കുകയും ചെയ്തു. 1919 ഏപ്രിൽ 10 അവർ അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 11 ജനറൽ ഡയർ അമൃത്സർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പട്ടാള നിയമം നിലവിൽ വരുത്തുകയും ചെയ്തു. എന്ന് പിറ്റേ ദിവസം ഏപ്രിൽ 11. ഏപ്രിൽ 10 ഇവർ അറസ്റ്റ് ചെയ്യുന്നു. ഏപ്രിൽ 11 ആൾക്കാരെല്ലാരും കൂടി പോകുന്നു. അപ്പോഴത്തേക്ക് ആര് നമ്മുടെ ജനറൽ ഡയർ അമൃത്സർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് ഒരു പട്ടാള നിയമം നടപ്പിൽ കൊണ്ടുവരികയാണ്. ക്രിമിനൽ ശിക്ഷാ നിയമം 144 പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിച്ചു. അപ്പൊ 144 പ്രഖ്യാപിച്ചു. പ്രകടനം ഒന്നും പാടില്ല. പോലീസ് അതിക്രമത്തിനെതിരെ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗം നടത്തി. അപ്പൊ പോലീസിന്റെ ഈ ആക്രമണത്തിനെതിരെ എന്ത് ചെയ്തു? 1919 ഏപ്രിൽ 13 ആൾക്കാർ എന്ത് ചെയ്തു? ഒരു പൊതുയോഗം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20,000-ഓളം നിരായുധരായ ജനങ്ങൾ സമാധാനപരമായി പങ്കെടുത്ത സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാർ നിറയൊഴിച്ച സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ഇതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം 20,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇതിനോട്ട് എന്ത് ചെയ്തു? പോലീസ് എന്ത് ചെയ്തു? വെടിവെച്ചു. ഇനി ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് ഉത്തരവിട്ടത് ആരാണ്? ജനറൽ ഡയർ ആണ് ഉത്തരവിട്ടത്. ഡയറാണ് ഉത്തരവിട്ടത്. ഔദ്യോഗിക കണക്ക് പ്രകാരം മൊത്തം 20,000-ഓളം ആൾക്കാർ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം 379 പേർ കൊല്ലപ്പെടുകയും 1,500-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് ഔദ്യോഗിക കണക്കാണ് 379. അപ്പൊ അനൗദ്യോഗിക കണക്ക് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ 3,079 പേർ ഔദ്യോഗിക കണക്ക് പ്രകാരം കൊല്ലപ്പെടുകയും 1,500-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ തലവനായിരുന്നു ഹണ്ടർ പ്രഭു. ഹണ്ടർ കമ്മീഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഇത് ആരുടെ ആളായിരുന്നു? ബ്രിട്ടീഷിന്റെ. അവര് ബ്രിട്ടീഷുകാരാണ് ഈ ആളെ നിയമിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് ഹണ്ടർ പ്രഭു. ഇനി എന്നാണ് ഈ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത്? 19 ഒക്ടോബറിലാണ്. എന്നാണ് സംഭവം നടക്കുന്നത്? ഏപ്രിൽ 13. എന്നിട്ട് എത്ര 2-3 മാസം കഴിഞ്ഞിട്ട് ഒക്ടോബറിലാണ് എന്ത് ചെയ്ത് ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ ആണ്. ഇനി ഒരു ബോക്സ് ഉണ്ട് നോക്കിയോ. 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജനറൽ ഡയർ അല്ലേ നിറയൊഴിക്കാൻ വേണ്ടി ഉത്തരവിട്ടത്. അപ്പൊ ആളുകളുടെ മനസ്സിൽ ആ ഒരു പ്രതികാരം മാറോ? ഇല്ല. ആര് ചെല്ലും? ഉത്തം സിംഗ് എന്ത് ചെയ്തു? വെടിവെച്ചു കൊല്ലും. എന്ന് 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളാണ്. നമ്മളിത് കേട്ടിട്ടില്ല. കാക്സ്റ്റൺ. അപ്പൊ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് 1940 ആര്? ഉദ്ധം സിംഗ് ഈ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് ഉദ്ധം സിംഗിനെ മര്യാദകരിക്കാൻ പറ്റുമോ? 40 ഇവിടെ ആരാണ് ഭരിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. ആ വർഷം തന്നെ ജൂലൈ 31 എന്ത് ചെയ്യുന്നു? 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലും. 1940 ജൂലൈ 31. 1940 ജൂലൈ 31. 1919 സംഭവം നടത്തിയിട്ട് ഇത്രയും വർഷം അയാൾ ജീവിച്ചിരുന്നുള്ളതാണല്ലേ ജനറൽ ഡയർ. ആ ഒരു കുറ്റബോധവും ഇല്ലാതെ നേരത്തെ പോയി കൊന്നൂടെ? ഉദ്ധം സിംഗിന് നേരത്തെ മരിക്കായിരുന്നു. അപ്പൊ 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ തന്നെ 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലും. അങ്ങനെ വെടിവെച്ച് കൊല്ലും. ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലും. ഇനി ജാലിയൻ വാലാബാഗ് പ്രതിഷേധമാണ് നോക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് ബഹുമതി ആരാണ് കൊടുത്തത്? ഗാന്ധിജി കൊടുക്കും. കൈസർ ഇ ഹിന്ദ് തിരിച്ചു കൊടുക്കും. ആര്? ഗാന്ധിജി. അതുപോലെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ. ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത അതുപോലെ തന്നെ ഈ കൈസർ ഇ ഹിന്ദ് ഒന്ന് ഗാന്ധിജി കൊടുക്കും. അതുപോലെ കൊടുക്കുന്ന ഒരാളും കൂടി ഉണ്ട്. സരോജിനി നായിഡു ഗാന്ധിജി എന്ന് തിരിച്ചു കൊടുക്കും. കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു കൊടുക്കും. സർപദവി ആണെങ്കിലോ അംബേദ്കർ. സർപദവി രവീന്ദ്രനാഥ ടാഗോർ. ഇനി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് രാജിവെച്ച മലയാളി അതാര്? ആദ്യത്തെ INC പ്രസിഡന്റായ മലയാളി സി ശങ്കരൻ നായർ. അതുവരെ ചേറ്റൂർ ശങ്കരൻ നായർ ആരുടെ കൂടെയാണ്? ബ്രിട്ടീഷുകാരുടെ കൂടെയാണ്. പക്ഷെ ഈ ഒരു സംഭവം ജാലിയൻ വാലാബാഗ് നടന്നതോടുകൂടി അദ്ദേഹത്തിന് കാര്യം ഏകദേശം ഒക്കെ എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. ആരു? എന്നാണ് കോൺഗ്രസ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളന പ്രസിഡന്റായ ആദ്യ ഒരു മലയാളിയാണ്. ഓക്കെ അല്ലേ?
അപ്പൊ കൈസറി ഹിന്ദ് കൊടുത്ത ആരൊക്കെ? ഗാന്ധിജി, സരോജിനി നായിഡു, സർ രവീന്ദ്രനാഥ ടാഗോർ. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചതാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് പുരസ്കാരം നൽകിയത് എപ്പോഴാണ്? എന്തിനാണ് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് കൊടുത്തത് കൈസറി ഹിന്ദ്? ബ്രിട്ടീഷുകാരെ എന്തിനാ സഹായിച്ചെന്ന്? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയാണ് കൊടുത്തത്. ഗാന്ധിജി അത് എന്ത് ചെയ്യുന്നു? തിരിച്ചും കൊടുക്കുന്നു. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. എന്നാൽ ജാലിയൻവാല ബാഗ് എന്ത് ചെയ്തു? അടിത്തറ ഇളക്കി. ആര് പറഞ്ഞേണ്? അതാണ് അന്ന് നമ്മൾ പറഞ്ഞത്. തിരിഞ്ഞു. ഞാൻ അന്ന് അത് ആലോചിച്ചാണ്, പിന്നെ അത് വിട്ടു. നമ്മളെ ഓരോ ദിവസം കമ്പനി സ്റ്റഡി ചെയ്തപ്പോഴല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻവാല ബാഗ് എന്ത് ചെയ്തു? അടിത്തറ ഇളക്കി. ആര് പറഞ്ഞു? ഗാന്ധിജിയാണ് പറഞ്ഞത് കേട്ടോ, ഗാന്ധിജി. ഇനി നമ്മൾ ഓർഡറിന് പോവുകയാണെങ്കിൽ റൗലറ്റ് പറഞ്ഞു, ജാലിയൻവാല ബാഗ് പറഞ്ഞു. ഇനി അടുത്ത ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം. എന്നാണ്? 1920. അപ്പൊ നമ്മള് 17 തുടങ്ങി, 18 പറഞ്ഞു, പിന്നെ 19 പറഞ്ഞു, ഇപ്പൊ 20. ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത്. ലോക മുസ്ലിങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവായി കണ്ടിരുന്നത് തുർക്കിയിലെ സുൽത്താനായിരുന്ന ഖലീഫയാണ്. ഒന്നാം ലോക മഹായുദ്ധം ഏത് മുതൽ ഏത് വരെ? 14 മുതൽ 18 വരെ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഖലീഫ എന്ന പദവി നിർത്തലാക്കിയതാണ് ഖിലാഫത്ത് പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം. അപ്പൊ ഈ ഖലീഫ എന്നുള്ള പദവി ആര് നിർത്തലാക്കി? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർത്തലാക്കി ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും. അതാണ് ഈ ഖിലാഫത്ത് പ്രക്ഷോഭം ഉണ്ടാവാനുള്ള ഒരു കാരണം. എന്നാണ് ഇന്ത്യയിൽ ദേശീയ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്? ദേശീയ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് 1919 19 സെപ്റ്റംബറിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട സ്ഥലം ബോംബെ. എവിടെയാണ്? ബോംബെയിലാണ്. ബോംബെ. ഡൽഹിയിൽ വെച്ച് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയായിരിക്കും? ഷൗക്കത്ത് അലി പോയ. ഇത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട സ്ഥലം ബോംബെയാണ്. ഇത് ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്, സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? ഗാന്ധിജി, പിന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഫാദർ മോത്തിലാൽ നെഹ്റു, പിന്നെ മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയും മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യയും എവിടെ വെച്ച്? ഡൽഹിയിൽ വെച്ച് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജി ഇന്ത്യൻ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഗാന്ധിജി എന്ത് ചെയ്തു? ഇതിനൊരു സമരതന്ത്രമാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? നൈസിന് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൂടെ ഒരുമിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഗാന്ധിജി അതിനെ കണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ നല്ലതല്ലായിരുന്നു. നല്ലതായി അല്ലേ? വെള്ളം തീർന്നാൽ താഴെ പോണം, നമുക്ക് പിന്നെ എടുക്കാവേ. നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇനി അടുത്ത്. 1920 കേട്ടാ. നിസ്സഹകരണ പ്രസ്ഥാനം 1920. നമുക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഗാന്ധിജിയുടെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സ്വരാജ്. അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. തിരിഞ്ഞു പോവരുത്. ഇത് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സ്വരാജ് നേടുക. സ്വരാജ് നേടുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സ്വരാജ് നേടുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. അപ്പൊ നിസ്സഹകരണത്തിന് അംഗീകാരം കൊടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി വിജയരാഘവാചാര്യ. ആരാണ്? സി വിജയരാഘവാചാര്യ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച പരിപാടികളാണ്. ഗാന്ധിജി എന്തായാലും ആക്രമിക്കാനൊന്നും പോകൂലല്ലോ. കോടതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പ്, ഔദ്യോഗിക പരിപാടികൾ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മുതലായവ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. നികുതി അടയ്ക്കാതിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ, കീർത്തി മുദ്രകൾ, സ്ഥാനങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക. ഇതൊക്കെയാണ് ഗാന്ധിജി എന്നത് മുന്നോട്ട് വെച്ച സമര രീതികൾ. നിസ്സഹകരണ സമരകാലത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടാ. കാശി വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. കാശി, ഗുജറാത്ത്, ബീഹാർ. പിന്നെ ഒന്ന് ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. അത് വേറെ, അത് ആദ്യത്തെ വേറെ.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, പിന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. എവിടാ? ഡൽഹി. ഡൽഹി 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 ജാമിയ ഗുജറാത്ത് വിദ്യാപീഠം പറഞ്ഞില്ലേ? ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് എവിടെയാണ്? ഡൽഹി. 1921 വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രകടനങ്ങളും ഹർത്താലുകളും സംഘടിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? എവിടാ? എന്ന് 22. അപ്പൊ എന്താണ് ചൗരി ചൗര എന്ന് കൂടെ ഒന്ന് നോക്കാം. 3000-ഓളം കർഷകർ പങ്കെടുത്ത കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ എന്ന് 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുകയും 22 പോലീസുകാർ ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ് എന്തെന്ന് പറയുന്നത്? ചൗരി ചൗര എന്ന് 1922 ഫെബ്രുവരി 5 എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര. ഹിന്ദു മുസൽമാൻ കി ജയ് എന്ന മുദ്രാവാക്യം ചൗരി ചൗര ജാഥയിലതാണ് കേട്ടാ. ഹിന്ദു മുസൽമാൻ കി ജയ് ഏത് ജാഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൗരി ചൗര ജാഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിസ്സഹകരണ സമരം പെട്ടെന്ന് പിൻവലിച്ചതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച അപ്പൊ ഈ ചൗരി ചൗര നടന്നപ്പോ ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കും. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടോ? പെട്ടെന്ന് ഒരു നമ്മള് ഏകദേശം ജയിക്കാറായി വരുന്ന സമയമാണ്. അപ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്തില്ല? കുറച്ച് നേതാക്കൾക്ക് ഇതിനോട് എന്ത് ചെയ്തില്ല? യോജിക്കാൻ പറ്റിയില്ല. അപ്പൊ വിയോജിച്ച നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, മോത്തിലാൽ നെഹ്റു, CR ദാസ്. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, മോത്തിലാൽ നെഹ്റു, CR ദാസ്. അങ്ങനെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച തീരുമാനത്തെ ഒരു ദേശീയ ദുരന്തം എന്ന് പറഞ്ഞ ആളാണ് ആര്? നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ രൂപീകരിച്ച സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച തീരുമാനത്തെ ഒരു ദേശീയ ദുരന്തമായി വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇത്രയും കിട്ടിയ നമ്മൾ പറഞ്ഞത് ഓക്കെ അല്ലേ? അതായത് ഈ നമ്മൾ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കാണ് നമ്മൾ ഇങ്ങനെ നോക്കി വന്നത്. അതിൽ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്? 1917. രണ്ടാമത്തത് 18. അതില് ചമ്പാരന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമരം. ഇനി ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ച അഹമ്മദാബാദിലെ സമരം. അത് കഴിഞ്ഞ 19 എന്താണ്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 19 മാർച്ച് 10. ഇനി ഹർത്താല് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നാണ്? ഏപ്രിൽ 6. ഇനി റൗലറ്റ് ആക്ട് കഴിഞ്ഞു, റൗലറ്റ് നിയമമൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്ത്? റൗലറ്റ് നിയമം ജാലിയൻ വാലാബാഗ് എന്ന് 19 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗിനെ തുടർന്നിട്ട് പിന്നെ എന്ത് വരുന്നു? ഗാന്ധിജി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ അടുത്ത് വരുന്നത് ഖിലാഫത്ത്. ഖിലാഫത്ത് എന്താണ്? അത് 1920. ഈ ഖിലാഫത്തിൽ പ്രതിഷേധിച്ചൊക്കെ കൊണ്ടാണ് എന്ത് തുടങ്ങുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം നമ്മളിപ്പോ പറഞ്ഞത് 1920. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നത് ചൗരി ചൗര എന്ന് 22 ഫെബ്രുവരി 5 എവിടാ? ഉത്തർപ്രദേശിലെ ചൗരി ചൗര. ഓക്കെ, ഇതിനൊരു ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ്. പിന്നെ പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറയാക്കി ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റ്.